അല്ലാഹു തആല പറയുന്ന ദൃഷ്ടാന്തം ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള കുറച്ചും കൂടി നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വളരെ നന്നായി. എന്ത് വിദ്യാഭ്യാസം? ജൈവ വസ്തുക്കളെ കുറിച്ചുള്ള വിദ്യാഭ്യാസം, ജീവശാസ്ത്രം അല്ലെങ്കിൽ സസ്യശാസ്ത്രം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ ഈ ആയത്തുകൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അല്ലാഹു തആല പറയുന്നത് വആയത്തുൽ ലഹും, ഈ അടിമകൾക്ക് ദൃഷ്ടാന്തമാണല്ലോ. അൽ അർവുൽ മൈതതു, ചത്ത ഭൂമി അവർക്ക് ദൃഷ്ടാന്തമല്ലേ? അൽ അർവുൽ മൈത എന്താണ് ആ പറയുന്നത്? അൽ അർവുൽ മൈത, ചത്ത ഭൂമി. മയ്യിത്താണ് ചത്തല്ലേ? അവ ചത്ത് കിടക്കുന്ന ഭൂമി അവർക്ക് ദൃഷ്ടാന്തമാണ് എന്ന്. ചത്ത ഭൂമി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത മരുഭൂമിയിലുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ കാണും ഫുട്ബോളൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഉറച്ചു കിടക്കുന്ന ഭൂമി, ഒന്നും ഉണ്ടാവില്ല, ഒരു ചെടി മുളക്കാത്ത, ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ നല്ല വേനൽക്കാലം കഴിഞ്ഞിട്ടുള്ള വയലുകൾ, ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല, ഒരു ചെടിയും ഉണ്ടാവില്ല, ഒന്നുമില്ലാതെ വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഭൂമിക്കാണ് ചത്ത ഭൂമി എന്ന് പറയുന്നത്. അവിടെ ഒന്നുമില്ല, ഒരു ജൈവവസ്തുക്കളും ഇല്ല. അങ്ങനെയുള്ള ഭൂമി ഈ അടിമകൾക്ക് ദൃഷ്ടാന്തമാണ്. കാരണം ആ ഭൂമിയാണ് നമ്മൾ നല്ല വേനൽക്കാലത്ത് കൃഷിയൊക്കെ നെല്ലൊക്കെ കൊയ്തു പോയിട്ടുള്ള വേനൽക്കാലത്ത് പന്ത് കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഭൂമിയാണ് ഈ ഭൂമി എന്ന് ഇപ്പൊ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവോ? ഇല്ലല്ലേ, നമ്മൾ പണ്ട് കളിച്ചിരുന്ന സ്ഥലമാണല്ലോ ഇത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇപ്പൊ അവിടെ എന്താണ്, നല്ല പച്ച പിടിച്ച നെല്ലുകളാണ്, അല്ലെങ്കിൽ ആ വയലിൽ വാഴ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൃഷിയുണ്ട്. അപ്പൊ ആ കൃഷിയിൽ ഇങ്ങനെ പൊളച്ചു നിൽക്കുന്ന ഹരിതാപമായ കണ്ണ് കുളിർമയേകുന്ന മനോഹരമായ കൃഷിയിടങ്ങൾ കണ്ടാൽ 6 മാസം മുമ്പ് ഇത് നാം പന്ത് കളിച്ചിരുന്ന ചത്ത ഭൂമിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയില്ല. എങ്ങനെയാണ് ഈ ചേഞ്ച് അതിന് വന്നത്? ആരാണത് ഉണ്ടാക്കിയത്? നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുമ്പോ ആയത്തുൽ ലഹുമുൽ അർളുൽ മൈത, ചത്ത ഭൂമി അല്ലാഹുവിന്റെ അടിമകൾക്ക് ദൃഷ്ടാന്തമാകുന്നു. അല്ലാഹ് പറയുകയാണ് അഹ്യൈനാഹാ, നാമാണ് അതിന് ജീവൻ നൽകിയത്. ആ ചത്ത ഭൂമിയിൽ നിന്നാണ് നിങ്ങൾ വിത്തിട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളുടെ കിഴങ്ങ് കുഴിച്ചിട്ടാൽ, കൊമ്പ് കുത്തിയാൽ അതിൽ നിന്ന് ജീവനുള്ള ജൈവവസ്തുക്കൾ നിങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളായി ഉപയോഗിക്കാവുന്ന വാഴയും പൂളയും നെല്ലുമൊക്കെ മുളച്ചു വരുന്നത് അതിൽ നിന്നാണ്. അല്ലാഹ് പറയുന്നത് അഹ്യൈനാഹാ, നാമാണതിനെ നിങ്ങൾക്ക് ജീവിപ്പിച്ചു തന്നത്. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ, അതിൽ നിന്ന് വിത്തുകളെ ഉൽപ്പാദിപ്പിച്ചു തന്നത് ഞാനാണ്. ഫമിൻഹു യഅ്കുലൂൻ, ആ വിത്തുകളല്ലേ നിങ്ങൾ ഭക്ഷിക്കുന്നത്, അതിൽ നിന്നാണല്ലോ നിങ്ങൾ ആഹാരം കഴിക്കുന്നത്. നിങ്ങളുടെ പത്തായങ്ങളിൽ സൂക്ഷിച്ചു വെച്ച നെല്ല്, നിങ്ങളുടെ അറകളിൽ സൂക്ഷിച്ചു വെച്ച ഗോതമ്പും ചോളവും എല്ലാം എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് നിങ്ങൾക്കറിയുമോ? ചത്ത ഭൂമിയിൽ നിന്നാണ്. ആ ഭൂമിയെ ജീവസുറ്റതാക്കിയത് ഞാനാകുന്നു എന്ന് അല്ലാഹു തആല പറയുകയാണ്. വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീൽ, ഒരു പുൽച്ചെടി പോലും മുളക്കാത്ത അറേബ്യയിലെ വരണ്ട ചത്ത ഭൂമിയിൽ നിന്നാണ് ഞാൻ ഈത്തപ്പനയുടെ മനോഹരമായ തോട്ടങ്ങളെ നിങ്ങൾക്കുണ്ടാക്കി തന്നത്. വഅഗ്നാബ്, ആ ഊഷര ഭൂമിയിലാണ് ഞാൻ നിങ്ങൾക്ക് മുന്തിരിത്തോപ്പുകൾ ഉണ്ടാക്കി തന്നത്. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ആ തോട്ടങ്ങളുടെ മധ്യത്തിലൂടെ അരുവികളെ തുറന്നു തന്നത് ഞാനാണ്, തോട് വെട്ടിത്തന്നത് ഞാനാണ്. ലിയഅ്കുലൂ മിൻ സമരിഹി വമാ അമിലത്തുഹു ഐദീഹിം, ലിയഅ്കുലൂ മിൻ സമരിഹി, ആ അടിമകൾ അതിലുള്ള പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഭക്ഷിക്കാൻ. വമാ അമിലത്തുഹു ഐദീഹിം, അവരുടെ കൈകളല്ല അതിനെ ഉണ്ടാക്കിയെടുത്തത്, അവരുടെ കൈകളല്ല ആ പഴവർഗ്ഗങ്ങളെ സൃഷ്ടിച്ചെടുത്തത്, അവരുടെ കൈകളല്ല ആ ധാന്യങ്ങളെ സൃഷ്ടിച്ചെടുത്തത്. എന്നിട്ടും അഫലാ യശ്കുറൂൻ, എന്തുകൊണ്ട് അവര് നന്ദി കാണിക്കുന്നില്ല? ഇതൊരു ദൃഷ്ടാന്തം തന്നെയല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഒരു ഊഷരമായ ഭൂമിയിൽ വിത്തിട്ടാൽ അത് മുളച്ചു വരുന്ന നിങ്ങൾക്ക് വല്ല പ്രതീക്ഷയുണ്ടോ? ഇല്ല, അത് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ടാണ് കർഷകന്മാര് വിത്തിടുന്നതിന് മുമ്പ് ആ കണ്ടം പൂട്ടും ആദ്യം, എന്നിട്ടതിൽ നന്നായിട്ട് വെള്ളം ഒഴുക്കിയിട്ട് അത് പാകപ്പെടുത്തി വെക്കും. പൂട്ടിയതുകൊണ്ട് മാത്രമാവില്ലല്ലോ, നമ്മളതില് ഉഴുത് മറിച്ച് നന്നാക്കി, കണ്ടം നന്നാക്കാന്നാണ് നമ്മുടെ നാട്ടിൽ തന്നെ പറയല് തന്നെ, നന്നാക്കി എടുക്കും. ഇഷ്ടംപോലെ വെള്ളം ഒഴിക്കണം. എന്നിട്ടിങ്ങനെ വെള്ളം ഒഴുകി
അതിന് മുകളിൽ ഇങ്ങനെ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ അതിനെ പാകപ്പെടുത്തി പരുവപ്പെടുത്തി എടുക്കുകയാണ് വിത്തുകൾക്ക് മുളക്കാൻ. എന്നിട്ടാണ് നമ്മളതിൽ ഞാറ് പാകുന്നതോ അല്ലെങ്കിൽ നെല്ല് മുളപ്പിക്കുന്നതൊക്കെ. അപ്പൊ അതിന്റെ അനിവാര്യത, ആ ജീവനില്ലാത്ത ഭൂമിയുടെ ജീവന്റെ അനിവാര്യത വെള്ളമാണ്. ഇതാർക്കാണ് അറിഞ്ഞുകൂടാത്തത്? വിത്ത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കും വിത്ത് ഞങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങളുടെ പത്തായത്തിൽ പഴയ വിത്തില്ലെങ്കിൽ നിങ്ങൾക്കത് കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ വിത്തുള്ള കച്ചവടക്കാരെ കയ്യിൽ നിന്നോ നിങ്ങൾക്ക് വിത്ത് വാങ്ങാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ചേർക്കേണ്ട വളം ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇത് വാങ്ങാൻ കിട്ടും. അതിന് വേണ്ട ഉഴുതുമറിക്കാൻ വേണ്ട ഉപകരണങ്ങളും ജോലിക്കാരും എല്ലാം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ കിട്ടാത്ത സാധനം എന്താ അറിയോ? നിങ്ങൾ വിചാരിച്ചാൽ കിട്ടാത്തത് വെള്ളാണ്. ഇതുകൊണ്ടാണ് അല്ലാഹു തആല പ്രത്യേകം അത് പറഞ്ഞത്, അഹ്യൈനാഹ. ആ മരിച്ചു കിടക്കുന്ന ചത്തുകിടക്കുന്ന ഭൂമിയെ ജീവിപ്പിച്ചത് ഞാനാണ് എന്ന്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയവും. കാരണം എന്താ പറയുക, പെട്ടെന്ന് പറയുമ്പോൾ അതിലെന്താ അത്ര വല്ലാത്ത കൗതുകമുള്ളത്, അതിലെന്താ അത്ര വല്ലാത്ത ദൃഷ്ടാന്തം ഉള്ളത്? അതെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, നമ്മളൊക്കെ സാധാരണ കൃഷി ചെയ്യുന്നത് തന്നെയല്ലേ. നിങ്ങൾ അതിന്റെ ആഴത്തിലേക്ക്, അതിന്റെ വസ്തുതയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടാകില്ലേ? ദൃഷ്ടാന്തം തന്നെയാണിത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നനയ്ക്കാനുള്ള ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് തരാതിരുന്നാൽ നിങ്ങളുടെ വിത്തുകൾ ആ വരണ്ട ഭൂമിയിൽ മുളക്കുകയില്ല. നിങ്ങളെ വളം ചേർത്തത് കൊണ്ട് മുളക്കുകയില്ല, കർഷകനുണ്ടായത് കൊണ്ട് മുളക്കുകയില്ല, ട്രാക്ടർ ഉണ്ടായത് കൊണ്ട് മുളക്കുകയില്ല. അത് മുളപ്പിക്കാൻ വല്ല മാർഗം ദുന്യാവിലുണ്ടോ? വെള്ളമില്ലാതെ ഇല്ല. ഈ വെള്ളം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? എവിടുന്നാ നിങ്ങൾക്ക് വെള്ളം കിട്ടുക? വെള്ളം ഇല്ലാതായി പോയാൽ അത് കൃഷിഭവനിൽ നിന്ന് വാങ്ങാൻ കിട്ടുമോ വെള്ളം? നിങ്ങളുടെ വയലുകൾ നനക്കാൻ 6 മാസക്കാലം നിങ്ങളുടെ വയലുകൾ നനക്കാൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടുക? കൃഷിഭവനിൽ വെള്ളം കിട്ടൂല. ഗവൺമെന്റിനെ കൊണ്ട് നിങ്ങൾക്ക് വെള്ളം തരാൻ കഴിയോ? അവർക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ പറയുക? ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന സഹായം, കടലുണ്ടിപ്പുഴയിലൂടെ വെള്ളം ഒഴുകി വരികയാണെങ്കിൽ അവർ നിങ്ങൾക്കത് തോട് കെട്ടിത്തരും, അല്ലെങ്കിൽ മോട്ടോർ വെച്ചു തരും. പക്ഷെ അത് ഈ പുഴയിലൂടെ വെള്ളം ഒഴുകി വരണ്ടേ? പുഴ വറ്റിപ്പോയാൽ അതിലൂടെ വെള്ളമൊഴുക്കാൻ ലോകത്ത് ഏത് ശക്തിക്കാണ് സാധിക്കുക? ഇവിടെയാണ് അല്ലാഹു തആല അവന്റെ ദൃഷ്ടാന്തത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. വആയത്തുൽ ലഹുമുൽ അർളുൽ മൈത്ത. ഈ ചത്തുകിടക്കുകയായിരുന്ന ഭൂമി അവർക്ക് ദൃഷ്ടാന്തമല്ലേ? അഹ്യൈനാഹാ. അതിലൂടെ ജീവന്റെ തുടിപ്പായ വെള്ളം നൽകിക്കൊണ്ട് അതിനെ ജീവസുറ്റതാക്കിയത് ഞാനാണ് എന്നവർ ചിന്തിക്കുന്നില്ലേ? എന്നിട്ടാണ് അവർക്ക് അതിൽ നിന്ന് വിത്തുകളും ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും തോട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാന വസ്തുത വെള്ളമാണ്, അടിത്തറ വെള്ളമാണ്. വെള്ളം ഇല്ലെങ്കിൽ ഇതൊന്നും കിട്ടൂല. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ വസ്തുക്കളും നിങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷെ അത് മുഴുവനും ലഭിച്ചാലും എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നാലും വെള്ളം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല. എവിടുന്നാ വെള്ളം ഉണ്ടാകുന്നത്? വെള്ളം ഉണ്ടാകാൻ 2 വഴികളാണുള്ളത്. ഒന്ന്, ഭൂമിയുടെ അടിയിൽ നിന്ന് ഉറവ വട്ടണം. അതാണ് ഇപ്പൊ കടലുണ്ടി പുഴയിൽ കിട്ടുന്നത്. ആ പുഴയുടെ ഉത്ഭവ കേന്ദ്രത്തിൽ നിങ്ങൾക്ക് ചെന്നാൽ കാണാൻ കഴിയും മഹാത്ഭുതങ്ങൾ. ആ വെള്ളം വരുന്നത് ഏതെങ്കിലും കടലിൽ നിന്നല്ല, വലിയ ജലാശയത്തിൽ നിന്നല്ല അത് വരുന്നത്. നേരെ മറിച്ച് പർവ്വതങ്ങളുടെ ഉൾവശത്ത് നിന്നാണ്. നിങ്ങൾ മേലോട്ട് പോയി നോക്കിയിട്ടില്ലേ? കിഴക്കൻ ഭാഗത്ത് കാളിയാവൂരോ അല്ലെങ്കിൽ ഇതിന്റെ ഉത്ഭവ കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലൊക്കെ ചെന്നാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. കരിമ്പാറക്കൂട്ടങ്ങളുടെ ഉള്ളിൽ നിന്ന് ചെറിയ ചെറിയ അരുവികളാണ്. മഹാത്ഭുതമാണിത്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശ്ഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹ് പറഞ്ഞതാണ് മനുഷ്യന്റെ ഹൃദയങ്ങളെ കുറിച്ച്. അവിടെയാണ് വിഷയം പറയുന്നത്. മനുഷ്യരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. സുമ്മ ഖസത് ഖുലൂബുഹും ഫഹിയ കൽ ഹിജാറ. മനുഷ്യന്റെ കൽബുകൾ കടുത്തുപോയി. എന്ത് പറഞ്ഞാലും തിരിയാത്ത, ഏത് സതുപദേശവും സ്വീകരിക്കാത്ത അത്രയും കൽബുകൾ കടുത്തുപോയി. അങ്ങനെ ഫഹിയ കൽ ഹിജാറ, അത് കല്ലുകളെ പോലെയായി. അല്ലാഹ് പറയുന്നു, അല്ല, ഔ അശദ്ദു ഖസ്വ, കല്ലിനേക്കാൾ കഠിനമാണ് മനുഷ്യന്റെ ഹൃദയം. അതിന് ചിലപ്പോൾ ഒന്നും കിട്ടൂല കൽബിന്ന്. ചില മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ഉപകാരം കിട്ടൂലല്ലോ. കല്ല് ഇതിനേക്കാളും നന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇതിനേക്കാൾ നല്ലത് കല്ലാണ്. കാരണം ഫഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. കല്ലുകളുടെ കൂട്ടത്തിൽ ചില കല്ലുകളുണ്ട്, അതിൽ നിന്ന് അൻഹാർ, പുഴകൾ പൊഴുകി വരുന്നത് നിങ്ങൾക്ക് കാണാം.
അതായത് കിഴക്കൻ പശ്ചിമഘട്ട പർവ്വത നിരകളിലുള്ള കല്ലുകളിലെ കരിമ്പാറകൾ, ആ കല്ലുകളിൽ നിന്നാണ് എത്രയോ ഏക്കറുകൾ കൃഷി ചെയ്യാൻ പറ്റുന്ന സമൃദ്ധമായ ജലത്തിന്റെ പ്രവാഹം കടലുണ്ടിപ്പുഴയിലൂടെ ഉണ്ടാകുന്നത്. അപ്പൊ ആ കല്ലുകളല്ലേ നല്ലത്? അത് എത്ര ഉപകാരമാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതിന്റെ ഉള്ളിൽ നിന്നാണ് ഈ വെള്ളം കിട്ടുന്നത്. വേറെ ചില കല്ലുകളുണ്ട്, അത് സാധാരണഗതിയിൽ അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരൂല, പക്ഷെ അത് പൊട്ടിച്ചാൽ അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം കിട്ടും. അങ്ങനെയുള്ള കരിമ്പാറകൾ കല്ലുകളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിനെ പേടിച്ച സ്ഥാനചലനമുണ്ടാകുന്ന കല്ലുകളുണ്ട്. പക്ഷെ അതിനേക്കാൾ കഠിനാണ് ചില മനുഷ്യന്മാരെ കൽബുകൾ. അതിൽ ഹൃദയത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ കൽബിൽ നിന്ന് കാരുണ്യത്തിന്റെ ഒരു തുള്ളി പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല.